ഈ മണ്ഡപത്തിൽ നടക്കാൻ പാടില്ലാത്ത തരത്തിലുള്ള ഒരു ഉദ്ഘാടന പ്രസംഗം കേട്ടതുകൊണ്ട് പ്രതികരിക്കാതെ പോയാൽ നമുക്കൊന്നും പറയാനില്ലെന്ന് ഈ പറഞ്ഞ ആളുകളും അവരുടെ വ്യാഖ്യാതാക്കളും കരുതിക്കളയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. പലസ്തീനിൽ ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ, ലോകം ഗുരുദർശനങ്ങൾ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ പലസ്തീനിൽ യുദ്ധമുണ്ടാവില്ലായിരുന്നു എന്ന് ഇന്നലെ സൂചിപ്പിച്ചതായിട്ട് കേട്ടു. വാസ്തവത്തിൽ ഗുരുദർശനങ്ങൾ പലസ്തീനിൽ മാത്രമല്ല, ഗുരു പിറവിയെടുത്ത കേരളത്തിൽ പോലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള സഹജീവികളോട് യാതൊരു കരുണയും സഹാനുഭൂതിയും ഇല്ലാത്ത സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരു കാലമാണ് നമുക്കുള്ളത്. ഇതൊന്നും പറയാനുള്ള സ്ഥലമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഉദ്ഘാടകൻ പറഞ്ഞ കാര്യങ്ങൾക്കൊരു മറുപടി പറഞ്ഞില്ലെങ്കിൽ അതങ്ങോട്ട് ശരിയാവില്ല. ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളന വേദിയിൽ കേന്ദ്ര വിദേശകാര്യ പാർലമെന്ററി വകുപ്പ് സഹമന്ത്രി വി മുരളീധരൻ നടത്തിയ പ്രസംഗത്തിന് രൂക്ഷമായ ഭാഷയിൽ കടകംപള്ളി സുരേന്ദ്രൻ MLA മറുപടി. മുഖ്യാതിഥിയായി സമ്മേളനത്തിൽ പങ്കെടുത്ത കടകംപള്ളി സുരേന്ദ്രൻ MLA വേദിയിൽ തന്നെ വി മുരളീധരന് നിശ്ചിതമായ ഭാഷയിൽ മറുപടി നൽകി. നമ്മുടെ നാട്ടിൽ ഒരു കാലത്ത് സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശമില്ലായിരുന്നു. അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ മുലക്കരം കൊടുക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ ചാതുർവർണ്ണീയ വ്യവസ്ഥയുടെ ഭാഗമായിരുന്ന അനാചാരങ്ങളുടെ അടിവേരറുത്ത മഹത് വ്യക്തിത്വമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ, കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു അഭിസംബോധന ചെയ്തത് മനുഷ്യനെയും മനുഷ്യന്റെ പുരോഗതിയെയുമായിരുന്നു. ശ്രീനാരായണ ഗുരുവിന് സമം ശ്രീനാരായണ ഗുരു മാത്രമേയുള്ളൂവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങൾ ഒരു കാലത്ത് നിലനിന്നിരുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ സനാതനധർമ്മത്തിന്റെ അന്തസത്തയാണെന്ന് പറയുന്നത് ഗുരുനിന്ദയാണ്. ഗുരുദേവന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു നിന്ന് ഗുരുനിന്ദ നടത്താൻ പാടില്ലെന്നും കടകംപള്ളി മുരളീധരന് മറുപടി നൽകി. ഒരു മതത്തിന്റെയോ ജാതിയുടെയോ ഇടമായി ശിവഗിരി മാറാൻ പാടില്ലെന്ന് ഗുരു ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തരുടെ വേഷം മഞ്ഞയായി നിശ്ചയിച്ചത്. കാവി എന്നത് മഹത്തായ നിറമാണെന്ന വി മുരളീധരന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായിരുന്നു ഇത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അനേകം മതങ്ങളും ആചാരങ്ങളും ഭാഷയും വേഷവിധാന സംസ്കാരവും ഒക്കെയുള്ള ഇന്ത്യക്ക് പുരോഗതി പ്രാപിക്കാൻ കഴിയില്ലെന്ന് ചിലർ വിലയിരുത്തിയിരുന്നു. ഒരു മതവും ഒരു ഭാഷയുമുള്ള പാകിസ്ഥാൻ പുരോഗതിയിലേക്ക് കുതിക്കുമെന്നായിരുന്നു അവരുടെ നിരീക്ഷണം. എന്നാൽ സംഭവിച്ചത് തിരിച്ചാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന്റെ ചിറകിലേറി നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് കുതിച്ചുവെന്നും കടകംപള്ളി പറഞ്ഞു. പശുവിന്റെ മാംസം കൈവശം വെച്ചു എന്ന സംശയത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ആളുകളെ കൊല്ലുന്നു. എല്ലാവർക്കും മാതൃകയാവേണ്ട അധ്യാപിക ഒരു ജാതിയിൽപ്പെട്ട കുട്ടികളെ കൊണ്ട് മറ്റു ജാതിയിൽപ്പെട്ട കുട്ടികളെ തല്ലിക്കുന്നു. എല്ലാവർക്കും മാതൃകയാവേണ്ട അധ്യാപിക ഒരു ജാതിയിൽപ്പെട്ട കുട്ടികളെ കൊണ്ട് മറ്റു ജാതിയിൽപ്പെട്ട കുട്ടികളെ തല്ലിക്കുന്നു. ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. തീർത്ഥാടന മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശേഷം പിണറായി സർക്കാരും CPM-നുമെതിരെ കടുത്ത വിമർശനങ്ങളാണ് വി മുരളീധരൻ ഉദ്ഘാടന പ്രസംഗത്തിൽ നടത്തിയത്. സനാതന മതം എന്നത് ജാതിയും അയിത്തവും മാത്രമാണെന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ടെന്ന് ആരോപിച്ച വി മുരളീധരൻ തീയ സമുദായം ഹിന്ദുമതത്തിന്റെ ഭാഗമാണെന്ന് മഹാകവി കുമാരനാശാന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്താവിക്കുകയും ചെയ്തിരുന്നു. ഹിന്ദുക്കൾക്ക് അഭിമാനമായി വല്ലതും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രാചീനവും പരിശുദ്ധവുമായ മതം മാത്രമാണെന്ന് കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രാചീനവും പരിശുദ്ധവുമായ സനാതനധർമ്മത്തെ അവഹേളിക്കാൻ ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും സനാതനധർമ്മം എന്നാൽ ശൂദ്രന്റെ ചെവിയിൽ ഈയം ഒരുക്കി ഒഴിക്കലാണെന്ന വ്യാജ പ്രചാരണവും അക്കൂട്ടർ പ്രചരിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വിമർശിച്ചു. നവകേരള സദസ്സിനിടയിലുണ്ടായ അക്രമ പ്രവർത്തനങ്ങളെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. മനുഷ്യന്റെ തല ചെടിച്ചട്ടി കൊണ്ട് തല്ലിപ്പൊളിക്കുകയും അത്തരം അക്രമ പ്രവർത്തനങ്ങളെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് ന്യായീകരിക്കുന്ന കാലത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. വേദോപനിഷത്തുകൾ പഠിപ്പിച്ച മാനവികതയുടെ പാഠം ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർ സഹജീവികളുടെ തല തല്ലിപ്പൊളിക്കുകയും അതിനെ രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യും. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഗുരുദേവ ദർശനങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും വി മുരളീധരൻ വിമർശിച്ചിരുന്നു. ഉദ്ഘാടകൻ പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കും. 120 കിലോമീറ്റർ വേഗതയിൽ പോകുന്നതായിട്ടുള്ള ഒരു വാഹനത്തിന് മുന്നിലേക്ക് ഒരുത്തനെടുത്ത് ചാടാൻ നിൽക്കുകയാണ്. ട്രെയിനിൻ്റെ മുന്നിൽ ചാടാൻ നിൽക്കുമ്പോൾ നമ്മൾ പിടിച്ചു മാറ്റിയാൽ അവൻ നിന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യും?
ട്രെയിനിൻ്റെ മുന്നിൽ ചാടാൻ പോവുകയാണ്. നമ്മൾ കണ്ടു, അവനെ വലിച്ചു പിടിച്ചു. അവൻ ചാടാൻ തന്നെ നിന്നാൽ കയ്യിൽ കിട്ടുന്നൊരു കമ്പെടുത്ത് നന്നായിട്ടൊരു അടി കൊടുത്ത് അങ്ങോട്ട് മാറ്റും. അത് വാത്സല്യത്തോട് കൂടിയിട്ടുള്ള നീക്കം തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. അത് വാത്സല്യത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ കമ്പല്ല മറ്റെന്തെങ്കിലുമാണ് കിട്ടുന്നെങ്കിൽ അതെടുത്ത് കൊടുക്കും. അത് മാറ്റുക, ചാടി അതിൻ്റെ മുന്നിൽ രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന പരിശ്രമങ്ങൾക്ക് കണ്ടു നിൽക്കുന്നവർക്ക് കൂട്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അത് വാത്സല്യത്തോടു കൂടി ചെയ്യുന്നതിന് അവന് അതിൻ്റെ മുന്നിൽ ചാടി ചാകരുത് എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. അതങ്ങനെ വേണം മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ബീക്കൺ ന്യൂസ്, വർക്കല.